വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരൂർ ആലിങ്കൽ റൺവേ യൂസർ കാർ ഷോറൂമിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ബാക്കി ഒരു 13 വണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം, വണ്ടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഇന്നലെ കാണിച്ചതിൻ്റെ ബാക്കി വണ്ടികളാണ്. ഓക്കെ, ഇത് വാഗണർ ഇത് എത്ര മോഡലാണ് ബോസ്? 2013 മോഡൽ. 2013 മോഡൽ അല്ലേ? ഇത് ഓപ്ഷൻ ഏത് വരുന്നത്? ഇത് LXi VXi കൺവെർട്ട് ചെയ്താണ്. അത് ശരിയാ, LXi VXiയിലേക്ക് കൺവെർട്ട് ചെയ്തല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ. ഓക്കെ, എന്ത് പാട് വണ്ടി? മിയാമിയാണ്. നല്ല വണ്ടിയല്ലേ? നല്ല വണ്ടിയാ. ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവില് വർക്കൊന്നും ഇല്ലല്ലോ ഇതിന്? എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇപ്പൊ ഒരു 3 മാസം മുന്നേ ഒരു 10-25,000 പുറത്ത് സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം ഫുള്ള് പണിയെടുത്താ തന്നെ. വണ്ടി ഇപ്പൊ നിലവിൽ പക്കാണ് വണ്ടി. ഓക്കെ, വണ്ടി ക്ലീൻ ആണ്. എത്ര ഓടിക്കുന്നു വണ്ടി? ഇത് 78,000 കിലോമീറ്റർ. 78. ഓക്കെ ഓക്കെ, 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, വണ്ടി വേറെ അപാകതകളൊന്നും ഇല്ല? ഒരു അപാകതയില്ല, വണ്ടി ക്ലീൻ ആണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഡാഷ്ബോർഡ് നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബോസ്, ഇതിന് എത്ര നിങ്ങൾ ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 3.25 ചോദിക്കുന്നത്. 3.25 ചോദിക്കണം അല്ലേ? 3.25 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കൂല? എന്തെങ്കിലും കുറച്ച് കൊടുക്കുക. ഇത് എത്ര മോഡലാണ് നിങ്ങൾ പറഞ്ഞത്? 2013 മോഡൽ വാഗണർ. ഇതിന് ചോദിക്കുന്നത് 3.25 ചോദിക്കുന്നത്. വില കുറച്ച് തരും അല്ല? വില കുറച്ച് കൊടുക്കും. കസ്റ്റമർ പേര് കാണും. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി, വില കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്തത് നോക്കല്ലേ? അടുത്തത് ഉണ്ടായിന്റെ ഇത് വണ്ടിയാണ് എക്സെന്റ്. ഓക്കെ, ഇത് പെട്രോൾ ഡീസലാ? ഡീസൽ വണ്ടിയാണ് അല്ലേ? ഇത് എത്ര മോഡലാണ്? ഇത് 2016 മോഡലാണ് അല്ലേ? ഇത് ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് ഓപ്ഷൻ ഏറ്റവും ഫുള്ളിന്റെ താഴെ. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ്. ഇത് നിലവിൽ ടാക്സി പെർമിറ്റുള്ള വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് വണ്ടി എന്ത് പറയാ? ആക്സിഡന്റ് കാര്യമില്ല, വണ്ടി ഓടിക്കാൻ നല്ല സുഖം, നല്ല വൃത്തിയുള്ള വണ്ടിയാണ് തന്നെ. ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടി അല്ലേ? ഇത് മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. ഇതൊക്കെ 18 മേലെ 20 അടുത്ത് മൈലേജ് കിട്ടും അല്ലേ? അതാണ് ടാക്സിയോടെ ഈ വണ്ടി ഇറങ്ങണേ. ഇത് എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 1,25,000 കിലോമീറ്റർ അത് ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ല? ഇപ്പൊ നിലവിൽ ടാക്സി പെർമിറ്റ് എത്ര വരെ ഉണ്ടാവും? ടാക്സി പെർമിറ്റ് ഇപ്പൊ ഓൾറെഡി നിലവിൽ 4 മാസം ടാക്സി പെർമിറ്റ് ഉണ്ട്. ഇനി 4 മാസം കൂടി ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4.25 ചോദിക്കുന്നത് അല്ലേ? വില കുറയൂലേ? എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. ഫിനാൻസ് കയറൂലേ? ഫിനാൻസ് കിട്ടും. ഇത് എത്ര മോഡലാണ് പറഞ്ഞത്? 2016 മോഡൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? അടുത്തൊരു ഉണ്ടായുടെ ഇയോൺ നോക്കാം. ഇത് നല്ല വണ്ടിയല്ലേ? നല്ല ക്ലീൻ ഉണ്ട്, വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. ഇത് എത്ര മോഡലാണ്? ഇത് 2018 മോഡലാണ്. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഏറ്റവും ഫുൾ ഓപ്ഷന്റെ താഴെ തന്നെ. മാഗ്ന പ്ലസ് ആണ്. 2018 മോഡൽ അല്ലേ? അതെ അതെ. ഓക്കെ, ഇതിന് എങ്ങനെ നിങ്ങൾ ചോദിക്കണല്ല? ഇത് നമ്മൾ ചോദിക്കുന്നത് 2.80 ആണ് ചോദിക്കുന്നത്. വില കുറയൂലേ? എന്തായാലും കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല, പക്കാണല്ലേ? നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ? ഇത് 4 പുത്തൻ ടയറുണ്ട്. ഓടിക്കുന്ന എത്രയാണ്? ഓടിക്കുന്ന 41,000 കിലോമീറ്റർ. 41,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. വണ്ടി നല്ല നീറ്റാണ് കേട്ടോ. വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കി കളി. നല്ല വില എത്ര നിങ്ങൾ ചോദിച്ചത്? 4 ടയറും പുത്തനാണ്. വില എത്ര ചോദിച്ചത് നിങ്ങൾ? 2.80 ആണ്. വില കുറച്ച് കൊടുക്കും. വില കുറച്ച് തരും കേട്ടോ. അല്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ XUV നോക്കാം. XUV ഇത് ഏത് ഓപ്ഷനാണ് വരുന്നത്? W8 ആണ്. 500 അല്ലേ? 500. ഓക്കെ, എന്തുപാട് വണ്ടിയൊക്കെ? വണ്ടി ഫുൾ കണ്ടീഷനാ. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഇല്ലതാ? വണ്ടി നീറ്റാണ്. ഓക്കെ, അതൊരു സെക്കൻഡ്. പിന്നെ ഇത് അന്നാള് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? ഓക്കെ, 2013 ഫുൾ ഓപ്ഷൻ. ഓക്കെ, ഇന്ത്യയിലൊക്കെ എങ്ങനെ അടിപൊളിയാ? വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഇല്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ഇത് എത്ര ഓട്ടോ ഉണ്ട് ബോസേ? 2 സംതിങ് കിലോമീറ്റർ ഓടിക്കുന്നത് വണ്ടി പക്കാണല്ലേ? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? എത്രാമത്തെ ഓണറാണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ? ഇനി എത്ര ചോദിക്കണത്? ഇതിന് ചോദിക്കണേ 5.60 ആണ് ചോദിക്കണേ. വില നെഗോഷ്യബിൾ അല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കൂല. 5.60 ആണ് ചോദിക്കണേ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? അടുത്തത് ഏതാണ്? അടുത്തത് ഒരു ഇന്നോവ. ഇത് പോയിക്കണല്ലേ വണ്ടി? ഓക്കെ, ഇത് അഡ്വാൻസ് കൊടുത്തിട്ട് പോയതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് വടകരയിൽ നിന്ന് ഒരു ടീമാണ് വന്നത്, അവര് അഡ്വാൻസ് കൊടുത്ത് പോയിക്കണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇന്നോവ തന്നെ നോക്കാം അല്ലേ? 2007 മോഡലാണല്ലേ? ഓക്കെ, വണ്ടി എന്തുപാട്? വണ്ടി കണ്ടീഷനാണ്.
ഓക്കെ, ഇത് G4 ഓപ്ഷൻ ഏതാണ്? ഇന്നോവ. ഇത് ഒറിജിനൽ കേരള അല്ല? കേരള. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടല്ലോ ഇത്. ആ, പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്. 2007 മോഡലാണ്. വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും പുതിയ പേപ്പർ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ, വണ്ടി പക്കല്ലേ? ഇത് ടൈപ്പ് 4 ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ നോക്കാം നമുക്ക്. ഇന്ത്യയിൽ ഒക്കെ അടിപൊളിയാണ്. സീറ്റ് കവറൊക്കെ വൃത്തിയുള്ളത് തന്നെയാണ്. ഓക്കെ, പിന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ, വർക്ക് ചെയ്യുന്നുണ്ട്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി. വണ്ടി പക്കാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് ഓടിക്കുന്ന എത്രയാണ് ബോസേ? കിലോമീറ്റർ 260 ഓടിക്കണല്ലേ? ഇത് എത്ര ചോദിക്കണ വണ്ടിക്ക്? ചോദിക്കണത് 4 രൂപ ചോദിക്കണല്ലേ? 2007 മോഡൽ പേപ്പർ ഒക്കെ നിങ്ങൾ എടുത്തിക്കണം ഓൾറെഡി. ഓക്കെ, 4 രൂപ ചോദിക്കണം. വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് ഏതാണ്? ഒരു സ്വിഫ്റ്റ് കാർ ഉണ്ട്, നോക്കാം. സ്വിഫ്റ്റ് ഇത് എത്ര മോഡലാണ് ബോസേ? 2009 ആണ്. ഓക്കെ, ഇതിന്റെ പേപ്പറൊക്കെ പുതിയ പേപ്പർ എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ, ആലോചിച്ച് ഒക്കെ ചെയ്തിരിക്കണല്ലേ? ഇത് വണ്ടി മോഡൽ 2009 ആണല്ലേ? ഓക്കെ. ഇത് ഓടിക്കുന്ന എത്രയാണ് കിലോമീറ്റർ? സ്പോയിലർ ഒക്കെ ചെയ്ത വണ്ടിയാണ്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്, പിന്നെ ആലോചിച്ച് ഉണ്ട്. ഇത് ഓപ്ഷൻ വരുന്ന VDI അല്ലേ? VDI ഓപ്ഷനിലാണ് വണ്ടി ഉള്ളത്. പുതിയ പേപ്പർ. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒന്നും പറയണ്ട, നല്ല മണിയറ പോലെ ഉണ്ട്. അടിപൊളി തന്നെയാണ്. ഓക്കെ, പിന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ഇതിന് എത്ര ചോദിക്കണ വില? 2 രൂപയാണ് ചോദിക്കണേ. ഇത് വില കുറച്ച് കൊടുക്കൂലേ? ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഇത് ഓടിക്കുന്ന എത്രയാണ് നിങ്ങൾ പറഞ്ഞത്? ഓടിക്കണത് ഓട്ടോ 1.88 ഓടിക്കണല്ലേ? ഓക്കെ, അപ്പൊ 2009 മോഡല് സ്വിഫ്റ്റ് ഡീസൽ VDI വണ്ടിക്ക് ചോദിക്കുന്നത് പിന്നെ 2 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. വണ്ടി കാണാൻ നല്ല ഭംഗിയുണ്ട്, കാഴ്ചപ്പാടിൽ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. വണ്ടി അലോയ്സ് ഇന്ത്യയിലൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ 2 രൂപ ചോദിക്കുന്നുണ്ട്, വില കുറച്ച് വരും, ഫിക്സ് റേറ്റ് അല്ല. അപ്പൊ അടുത്ത വണ്ടി നമുക്ക് നോക്കാം. അടുത്ത ഒരു റിഡ്സ് കാർ നോക്കാം അല്ലേ? റിഡ്സ് ഇത് VDI ഓപ്ഷൻ ഡീസലാണ്. ഓപ്ഷൻ വരുന്നത് VDI ആണ്. എത്ര മോഡൽ ഇത്? 2010 മോഡൽ വണ്ടിയാണ്. വണ്ടി എന്ത് പാടി? റീപ്ലേസ് ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. വണ്ടി നീറ്റാണ്. 4 പുത്തൻ ടയറുകളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, വണ്ടി കാഴ്ചപ്പാടിൽ കുഴപ്പമില്ല, നല്ല ഉണ്ട്. നമുക്ക് ഉള്ളു നോക്കാം, ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, വണ്ടി ഉള്ളൊക്കെ നീറ്റാണ്. 1.26 ഓടിക്കണല്ലോ വണ്ടി? 1.26 ഓടിയിട്ടുണ്ട് വണ്ടി. വേറെ അപകടങ്ങളൊന്നും ഇല്ലല്ലോ? എത്ര ചോദിക്കണേ ഇതിന്? 2.35 ചോദിക്കണേ. 2010 മോഡൽ റിഡ്സ് ഡീസൽ വണ്ടിക്ക് ചോദിക്കുന്നത് 2.35 ചോദിക്കുന്നത്. വില കുറച്ച് തരും അല്ല? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ? അടുത്ത ഒരു ഗൂഡ്സ് വണ്ടി നോക്കല്ലേ? അടുത്ത ഗൂഡ്സ് വണ്ടി ഇത് ദോസ്താണല്ലേ? ദോസ്ത് വണ്ടിയാണ്, അശോക് ലൈലൻഡിന്റെ ദോസ്താണ്. ഇത് എന്ത് പാട് വണ്ടി? പുതിയ പേപ്പർ ഒക്കെ എടുത്തിക്കണല്ലേ? മോഡൽ എത്രയാണ്? 2012 മോഡല്. പിന്നെ ഇത് AC ഒക്കെ ഉള്ള വണ്ടിയാ? AC ഉണ്ടല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല? വണ്ടി വേറെ അപാകങ്ങളൊന്നും ഇല്ലല്ലോ? വണ്ടി നീറ്റാണല്ലേ? എത്ര ഓടിക്കണത്? 2ന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് എത്ര ചോദിക്കണേ നിങ്ങള്? 2.25 ചോദിക്കണേ. ഇത് എത്ര ലാസ്റ്റ് കൊടുക്കും നിങ്ങൾ? കുറച്ച് കൊടുക്കൂലേ? ഇത് ചോദ്യം മാത്രല്ലേ? ഓക്കെ, അപ്പോ 2012 ദോസ്ത് വണ്ടിക്ക് ചോദിക്കുന്നത് 2.25 ചോദിക്കുന്നത്. വില കുറച്ച് തരും. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അല്ലേ? നമുക്ക് ഇയോൺ നോക്കാം. ഉണ്ടായുടെ ഇയോൺ ആണ്. ഇത് എത്ര മോഡലാണ്? 2012 മോഡൽ അല്ലേ? എന്ത് പാട് വണ്ടി? കണ്ടീഷൻ ആണല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് ഏത് ഓപ്ഷൻ വരുന്നത്? ഡിലൈറ്റ്. ഇത് ബേസ് മോഡൽ അല്ലേ? ബേസ് മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ് ഒന്നും ഉണ്ടോ? AC ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ് ആണ്. പവർ വിൻഡോ ഇല്ല. ഓക്കെ. ബേസ് മോഡലാണ്. അപ്പോ ഇത് പിന്നെ ഓട്ടോ എത്ര ഉണ്ട്? ഇത് ഓട്ടോ 1.10 ഓടിക്കണം. 1.10 ഓടിക്കണല്ലേ? എത്ര നിങ്ങൾ ചോദിക്കണേ? 1.60 ചോദിക്കുന്നത് അല്ലേ? എത്ര മോഡൽ പറഞ്ഞു? 2012 മോഡൽ 1.60. വില കുറച്ച് കൊടുക്കൂല? ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്കൊരു ബൊളേറോ നോക്കാം അല്ലേ? മഹീന്ദ്രന്റെ ബൊളേറോ ആണ്. ഇത് എത്ര മോഡലാണ്? 2009 പുതിയ പേപ്പർ. 2009 പുതിയ പേപ്പർ അല്ലേ? ഒരാഴ്ച എടുത്തിട്ട്. വണ്ടി എന്ത് പാട്? വണ്ടി കണ്ടീഷനാണ്. മെക്കാനിക്കലായിട്ട് 16 മൈലേജ് കൊടുക്കുന്നുണ്ട്. 16 മൈലേജ് കിട്ടും. 16 മൈലേജും കിട്ടുന്നുണ്ട്. വണ്ടി പക്കാണല്ലേ? പക്കാണ്. ഓക്കെ, ഇതിന് എത്ര ചോദിക്കണേ? ഇതിന് ചോദിക്കണത് 3.10 ചോദിക്കണത്. ഇന്നലെ ചെയ്ത് കൊടുക്കാം. 3.10. നിലവിലിപ്പോ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു വർക്കും ഇല്ല. ഒക്കെ ക്ലിയർ അല്ലേ? ബ്രേക്ക് കഴിഞ്ഞ ആഴ്ച എടുത്തല്ലേ? തന്നെ.
ഓക്കെ 310 ചോദിക്കുന്നത്. എത്ര മോഡലാണ്? ഇത് 2009 2009 മോഡലാണ്. 310 ചോദിക്കുന്നത്. 5 പേപ്പർ ഉണ്ട്.